ഹലോ ഗായ്സ്, ഐ ആം മാനസി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ റെഡി ആയിട്ട് എങ്ങോട്ടാണെന്നല്ലേ പറയാം. ഇന്ന് ഞങ്ങളുടെ ഇവിടെ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. ഞങ്ങളതെല്ലാവരും കൂടെ അതിൽ പങ്കെടുക്കാൻ പോവാണ്. പത്തനംതിട്ട വെച്ചിട്ടാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ രാവിലെ 6 മണിക്ക് തന്നെ നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞെങ്കിലും പക്ഷേ 7 മണിയാവാറായപ്പോഴും ഞങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്തു. നോക്കൂ, ഇതൊക്കെ ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. അതിന് ഞങ്ങൾ എല്ലാ ആവശ്യമുള്ള സാധനങ്ങളും വണ്ടി കയറ്റി വണ്ടി സ്റ്റാർട്ടാക്കി. ഇനി നമുക്ക് നമ്മുടെ കലാപരിപാടികൾ തുടങ്ങും, അതായത് ഫുഡ് അടി. ആദ്യം തന്നെ എന്ത് പൊട്ടിച്ചു? കപ്പലണ്ടി മിഠായി. അത് കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഒരു സിനിമയുടെ കുറച്ച് ഭാഗം മാത്രം കാണാനുണ്ടായിരുന്നു. ആ സിനിമയുടെ ബാക്കി ഭാഗം എല്ലാം സ്കിപ്പ് ചെയ്ത് ആ ഭാഗം മാത്രം വെച്ച് അതും കണ്ട്. പിന്നെ സിനിമയെല്ലാം കണ്ടു കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് നേരം വർത്തമാനം പറയാമെന്ന് വിചാരിച്ച് അങ്ങനെ മുഴുവൻ വർത്തമാനം എല്ലാം പറഞ്ഞ് പിന്നെ ഞങ്ങൾ വീണ്ടും 2-3 പോസ്റ്റൊക്കെ ചെയ്ത്. നോക്കൂ ഞങ്ങളുടെ ലാപ്ടോപ്പ്. പക്ഷേ ഇത് ലാപ്ടോപ്പല്ല. നോക്കൂ, ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ എഴുതി വെച്ചിരിക്കുക. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ സ്ഥലത്തെത്തി. ഞങ്ങൾ കയറ്റിയ സാധനങ്ങളെല്ലാം കയറ്റിയതുപോലെ തിരിച്ച് പതിയെ ഓരോരുത്തരായി ഓരോ സാധനം വെച്ച് ഇറക്കിക്കൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്തെത്തി. ഇതാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്ന കോളേജ്. ഇവിടെ വെച്ചാണ് പ്രോഗ്രാം നടക്കുന്നത്. അങ്ങനെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് ചെസ് നമ്പർ കിട്ടി. ഞങ്ങൾ പ്രോഗ്രാമൊക്കെ എപ്പോഴാണെന്ന് നോക്കി ഞങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്ത റൂമിൽ സാധനം വെക്കാൻ പോയപ്പോൾ ദാണ്ട് അസ്ഥി കൂടാം. പിന്നെ ഞങ്ങൾ കോളേജ് കാണാൻ ഇറങ്ങി. അത് കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയായി. ഉച്ചയ്ക്ക് അർച്ചന പൊതിച്ചോറ് കൊണ്ടുവന്നായിരുന്നു. ഒരു പൊതിച്ചോറും ഞങ്ങൾ ഒരുപാട് പേരും. ഞങ്ങളതെല്ലാം കൂടെ കഴിച്ച് പിന്നെയായിരുന്നു എൻ്റെ പ്രോഗ്രാം കഴിച്ചതിന് ശേഷം. അത് ഞാൻ പ്രോഗ്രാമിന് വേണ്ടി എൻ്റെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് വന്നപ്പോൾ നോക്കൂ, അവിടെ വേറൊരു പ്രോഗ്രാമിന് വേണ്ടി കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. എന്താണത്? ഭൂമിയും കുറേ സാധനങ്ങളുണ്ട്. എൻ്റെ പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ പുറത്തിറങ്ങി കോളേജിൻ്റെ ചുറ്റുപാടൊന്ന് കണ്ട്. ചുറ്റുപാടെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ വിചാരിച്ച് എന്നാൽ ഞങ്ങൾ ചായ കുടിക്കാൻ പോകാമെന്ന്. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ചായക്കട തപ്പി നടക്കുകയാണ്. പക്ഷേ ഇവിടെ ഒരു ചായക്കട കാണുന്നില്ല ഗൈസ്. കാണുമായിരിക്കുമല്ലേ? ഞങ്ങൾ ചായക്കട തപ്പി നടന്ന് ചായക്കട കിട്ടിയില്ലെങ്കിലും ഒരു സാധാരണ കട കിട്ടി. അവിടെ ഞങ്ങളൊരു കുപ്പി വെള്ളവും ലേസും മേടിച്ച് പിന്നെയും നടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ചായക്കട കണ്ടുപിടിച്ചു ഗൈസ്. ഇപ്പോഴത്തെ ഹോസ്പിറ്റലിലെ ഒരു ക്യാൻറ്റീനാണത്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ക്യാൻറ്റീനിൽ ചെന്ന് ഒരു കോഫി ഓർഡർ ചെയ്ത് കോഫിയും കുടിച്ച്. ഇനി സമയമുണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങൾ പതിയെ തിരിച്ച് നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തിരിച്ച് നടന്ന് ബസ്സിൽ കയറി ഒരു ബിസ്ക്കറ്റ് കഴിച്ചപ്പോഴേക്കും തണ്ടേ ബസ് എടുക്കാറായി. പിന്നെ ബസ് എടുത്തപ്പോൾ ഞങ്ങൾ തണ്ടേ മിച്ചറുണ്ടായിരുന്നു. മിച്ചറെല്ലാം പൊട്ടിച്ച് ചെന്ന് ഞാൻ കഴിക്കാൻ ടൈമായി. ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തി. ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ് ഗൈസ്. ഫുഡ് ഓർഡർ ചെയ്തു. പക്ഷേ സാലഡും മയണൈസും മാത്രമേ വന്നുള്ളൂ. വെയിറ്റ് ചെയ്യാം, സാലഡ് തീർന്നു പോയി ഗൈസ്. ഇപ്പം തന്നെ തീരും. അങ്ങനെ ഞങ്ങൾ ഇതാണ്ട് കാത്തിരുന്ന് ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് കിട്ടി. കാത്തിരുന്നെങ്കിലും ഫുഡ് അടിപൊളിയായിരുന്നു. അശ്വതി താണ്ട് എല്ലാവർക്കും വിളമ്പി കൊടുക്കണം. ഫുഡ് നല്ല സൂപ്പറായിരുന്നു, അത് പറയണമല്ലോ. അങ്ങനെ ഞങ്ങൾക്ക് മാത്രമേ ഫുഡ് കിട്ടാതിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ ഫുഡ് കഴിച്ച് ബസ്സിൽ കയറി ഗൈസ്. പിന്നെ ബസ്സിൽ കയറി പാട്ടിട്ട് ഡാൻസ് കളിച്ച് ബഹളമൊക്കെ വെച്ച് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്ഥലം എത്താറായി. അങ്ങനെ ഞങ്ങൾ രാത്രി ഒരു 9 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ സ്ഥലത്തിറങ്ങി. നമുക്ക് ഹോസ്റ്റലിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ്